കൽപ്പറ്റ എൽസ്റ്റൺ എസ്റ്റേറ്റിലെ തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വിവിധ ട്രേഡ് യൂണിയൻ നേതാക്കൾ ഉദ്യോഗസ്ഥരുമായി ജില്ലാ ലേബർ ഓഫീസിൽ ചർച്ച നടത്തി. തൊഴിലാളികൾക്ക് നൽകാനുള്ള ആനുകൂല്യങ്ങൾ കൊടുക്കാമെന്ന ചർച്ചയിൽ ധാരണയായി. തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചില്ലെങ്കിൽ സംയുക്ത ട്രേഡ് യൂണിയൻ നേതൃത്വത്തിൽ ശക്തമായ പ്രക്ഷോഭവുമായി മുന്നോട്ടു പോകുമെന്ന് നേതാക്കൾ മുന്നറിയിപ്പ് നൽകി. ഇന്ന് രാവിലെ 11:30യോടെയാണ് ജില്ലാ ലേബർ ഓഫീസിൽ ചർച്ച ആരംഭിച്ചത്. ഡെപ്യൂട്ടി ലേബർ കമ്മീഷണർ KM സുനിൽ, ജില്ലാ ലേബർ ഓഫീസർ C വിനോദ് കുമാർ, മുണ്ടക്കൈ ചുരൽമല പുനരധിവാസ സ്പെഷ്യൽ ഓഫീസർ CV മൻമോഹൻ എന്നിവരുമായാണ് തൊഴിലാളികളും നേതാക്കളും ചർച്ച നടത്തിയത്. കോടതി ഉത്തരവനുസരിച്ച് 2-ാം തീയതിക്കുള്ളിൽ ഉടമ തൊഴിലാളികളുടെ പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ സർക്കാർ ഏറ്റെടുക്കണമെന്ന് സംയുക്ത ട്രേഡ് യൂണിയൻ ആവശ്യപ്പെട്ടു. കോടതി ഉത്തരവനുസരിച്ചുള്ള തുക ലഭ്യമാക്കിയില്ലെങ്കിൽ കലക്ടർ, ലേബർ കമ്മീഷണർ, സംസ്ഥാന സർക്കാർ എന്നിവർക്ക് തൊഴിലാളികളുടെ നഷ്ടപരിഹാരം ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച് കത്ത് നൽകും. അഡീഷണൽ ലേബർ കമ്മീഷണറും ഭൂമി ഏറ്റെടുക്കുന്ന സ്പെഷ്യൽ ഓഫീസറും ഉൾപ്പെടെയുള്ളവരുമായി DLO ചർച്ച നടത്തിയത് 2-ാം തീയതിക്കുള്ളിൽ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമെന്നും തൊഴിലാളികളുടെ ആവശ്യങ്ങൾ കൊടുക്കാനുള്ള ആനുകൂല്യങ്ങൾ കൊടുക്കാമെന്നും ഒരു ധാരണയിലെത്തിയിരിക്കുന്നു. ഏതായാലും അതിന്റെ ഉടമ കൊടുക്കാൻ തയ്യാറായിട്ടില്ലെങ്കിൽ ഗവൺമെന്റ് ഏറ്റെടുക്കണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്. 5 ദിവസത്തിനുള്ളിൽ എസ്റ്റേറ്റ് ഉടമ തൊഴിലാളികൾക്ക് പണം അനുവദിക്കണമെന്നായിരുന്നു 27-ലെ കോടതി ഉത്തരവ്. ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുന്നതിനായി നിരവധി ചർച്ചകൾ നടത്തി മാസങ്ങൾ പിന്നിട്ടിട്ടും നടപടിയില്ലാത്തതിനാൽ ശമ്പളം, ബോണസ് അടക്കമുള്ള ആനുകൂല്യങ്ങൾ എസ്റ്റേറ്റ് ഉടമയിൽ നിന്ന് വാങ്ങി നൽകണമെന്നാവശ്യപ്പെട്ട് എൽസ്റ്റൺ എസ്റ്റേറ്റിലെ തൊഴിലാളികൾ ഇന്നലെ ജില്ലാ ലേബർ ഓഫീസറെ ഉപരോധിച്ചിരുന്നു. വയനാട് എസ്റ്റേറ്റ് ലേബർ യൂണിയൻ ജനറൽ സെക്രട്ടറി U കരുണൻ, ട്രഷറർ P ഗഗാറിൻ, KT ബാലകൃഷ്ണൻ, PP ആലി, NO ദേവസി, N വേണുഗോപാൽ, B സുരേഷ് ബാബു, ഗിരീഷ് കൽപ്പറ്റ, KK രാജേന്ദ്രൻ, K സൈതലവി എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു. വയനാട് വിഷൻ, കൽപ്പറ്റ.